ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പേടയാണ്. അപ്പോൾ ഈ പേട നമ്മൾ തയ്യാറാക്കുന്നത് പിരിഞ്ഞു പോയിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവാറുണ്ട്. കുറച്ച് പാലൊക്കെ ചിലപ്പോൾ ചീത്തയായൊക്കെ പോവും. അപ്പോൾ അങ്ങനെ ആ പിരിഞ്ഞു പോയ പാൽ നമുക്കൊരു അരിപ്പയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം മാത്രം നമുക്ക് കിട്ടും. ബാക്കി വെള്ളം നമുക്ക് കളയാം കേട്ടോ. ഇനി വെള്ളം സാധനം ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചാലും നല്ലത് തന്നെ. പാല് ശരിക്കും തിളപ്പിച്ച് നന്നായിട്ട് പിരിയിപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് ഇതുപോലെ ഇത്ര കട്ടിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു പാനിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിനകത്തുള്ള ആ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിനകത്തേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇത് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കളറൊക്കെ ചേഞ്ചായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് എണ്ണ ഇട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതിനകത്ത് നിന്ന് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ പാനിൽ നിന്നൊക്കെ എല്ലാം വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി. പിന്നെ ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ പേടയിൽ ഏലക്കയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. ഇതിപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ പാനിൽ നിന്നൊക്കെ എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു അലുമിനിയം ഫോയിലിട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഈ പിള്ളേരൊക്കെ ഇതിൻ്റെ ഇടയ്ക്കോടെ എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിത് ഉരുട്ടണതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോവാം. പിന്നെ അതായത് ഇതുപോലെ ഇനി കുറേശ്ശെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു സൈസിൽ ഉരുട്ടിയെടുത്തിട്ട് നടുക്കൊരു ബദാമോ പിസ്തയോ അല്ലെങ്കിൽ കാഷ്നട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് വെക്കുന്നത്. ഇതൊന്നും ഒരു ഡ്രൈ ഫ്രൂട്ട്സും വെച്ചില്ല എന്ന് കരുതി ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കാഴ്ചയ്ക്കൊക്കെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ ബദാമൊക്കെ വെച്ച് ഇങ്ങനെ കാണാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓൾറെഡി ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചെറിയൊരു കടിക്കാനുള്ള ഒരു ഇതും കൂടെ കിട്ടും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ചൂടൊക്കെ ആറി നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിരിഞ്ഞു പോയ പാല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്ര ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.